ഒരു സിഗ്നേച്ചർ ഒതിപ്പിച്ചോണ്ടായിരുന്നു സഞ്ജേട്ട ഇവിടെ സേഫ് അല്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സഭയുടെ ഏത് പടം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ സഭയുടെ സിഗ്നേച്ചർ ഉണ്ട്. ഇപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് റിവ്യൂനകത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു സഭ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും. അപ്പം ബ്രോ കൺസേൺഡ് ആണ് ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ? മീൻസ് എന്താ പറയാ, സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എറിച്ചിരിക്കണം, ഞാൻ സിഗ്നേച്ചർ അടിക്കണം. സഭ അതിന്റെ അത് ഞാൻ പറയാം. കാരണം സഭയുടെ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റാൻഡ് ഔട്ട് ആകാൻ കാരണം അത് ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് സഭ അഭിനയിക്കുമ്പോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ രസമുള്ള ക്യാരക്ടറാണ് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ ഷൂട്ട് ചെയ്തപ്പോ സഭ ചെയ്യണുണ്ട് എനിക്ക് ഭയങ്കര പൊള്ളാലോ, ഇത് ഭയങ്കര രസമുണ്ടല്ലോ ഈ ക്യാരക്ടർ സഭ പിടിക്കുന്ന പരിപാടി. സഭയുടെ എല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കാരണം സഭ ജെന്യൂൻ ആയിട്ട് അതിനെ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആവാണ്ട് സഭ അല്ല നൗഫിലേക്ക് ഞാനിപ്പോ എന്തിനാ ഇത് ചെയ്യണേ, അത് ക്ലിയർ ആവണം സഭയ്ക്ക്. എന്നിട്ട് അപ്പൊ സഭ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് അതിന്റെ പരിപാടി മനസ്സിലാക്കി ചെയ്യുന്നോണ്ടാണ് ഭയങ്കര ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആവുന്നത് സഭയുടെ. സഭ ഇത് പറഞ്ഞാല് രക്ഷിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ പോലെ സഭ ചോദിക്കൂലേ ഡൗട്ട് കാരണം എന്തിനങ്ങനെ ചെയ്യണല്ലോ. അപ്പൊ ഞാൻ സഭയെ നീയാണ് ഹീറോ, ആണല്ലേ, ഓക്കെ. അപ്പുറത്തെ റോഷോട് ചോദിച്ചു, റോഷ നീയാണ് അങ്ങനെയൊക്കെയാണ്. അതിപ്പോ സഭയായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ടോ അങ്ങനെ വരുന്ന പ്രവണത സഭക്കുമില്ല, അങ്ങനത്തെ ഒരാളുമല്ല സഭ. സഭക്ക് സഭയുടേതായിട്ടുള്ള ചില കൺസേൺസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് സഭനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സഭ ഓർഗാനിക്കലി സഭ ചെയ്യണതെല്ലാം അടിപൊളിയാണ്.